ദിവ്യകാരുണ്യ ഈശോയുമൊത്തുള്ള ജീവിതാനുഭവങ്ങൾ. ഇത് ഇരിങ്ങാലക്കുട രൂപതയിലെ മാരാംകോട് സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ഷാബു പുത്തൂർ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ഷാബു, വീട്ടുപേര് പുത്തൂര്. എൻ്റെ ഇടവക കരാഞ്ചിർ ഇടവകയാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ള സെന്റ് മേരീസ് ചർച്ച് മാരാങ്കോട് ഇടവകയിലെ വികാരിയാണ് ഞാനിപ്പോൾ. മാതാവിൻ്റെ കരങ്ങളിൽ ഉണ്ണീശോയുണ്ട്. ആ ഉണ്ണീശോയ്ക്ക് മുന്തിരി ഉണ്ണീശോയ്ക്ക് വെച്ച് കൊടുക്കുന്ന ഒരു രൂപമാണ്, ഒരു സ്റ്റാച്ചുവാണ് ഇവിടെയുള്ളത്. ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിലാണ് നൊവേനയും ആരാധനയും വിശുദ്ധ കുർബാനയും ഒക്കെ നടക്കുന്നത്. ഒട്ടേറെ ആളുകൾ ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ അനുഭവം ഉണ്ടായത് എന്നു മുതൽക്കാണെന്ന് ചോദിച്ചാൽ, എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങളിൽ നിന്നാണ് എനിക്ക് ദിവ്യകാരുണ്യനാഥനെ അറിയാനും സ്നേഹിക്കാനും മനസ്സിലായി തുടങ്ങിയത്. അമ്മ കുരിശു വരപ്പിച്ചതും അമ്മ മുട്ടിന്മേൽ നിർത്തി പ്രാർത്ഥിപ്പിച്ചതും കരങ്ങൾ കൂപ്പിയതും ഒക്കെ ഞാൻ ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. അമ്മയുടെ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തവും അമ്മയുടെ കുടുംബ പ്രാർത്ഥനകളും ഒക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യനാഥനെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് അമ്മയിലൂടെ സാധിച്ചിട്ടുണ്ട്. അമ്മ രൂപത്തിൽ നോക്കി നിൽക്കുമ്പോൾ, ഈശോയുടെ രൂപത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ, പ്രാർത്ഥനയുടെ സമയത്ത് അമ്മയുടെ മുഖത്തേക്ക് ഞാൻ നോക്കും. അമ്മ ഈശോയെ നോക്കുമ്പോൾ അമ്മയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി നിൽക്കാറുണ്ട്. അങ്ങനെ ആ ഈശോയുടെ ചൈതന്യം കുട്ടിക്കാലം മുതൽ തന്നെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. ഈശോയെ അറിയാനും സ്നേഹിക്കാനും മനസ്സിലാക്കുവാനും എനിക്ക് ചെറുപ്പനാൾ മുതൽ സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷവും അമ്മയോടുള്ള നന്ദിയും എനിക്കുണ്ട്. എൻ്റെ വീട്ടിൽ 4 മക്കളാണ്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, 2 അനുജത്തിമാരുണ്ട്. ഞാൻ വൈദികനായി എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഞാനൊരു വൈദികനായത്? ദൈവം എന്നെ വിളിച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് ബലഹീനനായ എന്നെ, കുറവുകളുള്ള എന്നെ ഈശോ തന്നെ വിളിച്ചു എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ, അതായത് വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ, ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം ഭക്തിയോടെ ഈശോയെ സ്വീകരിച്ച നിമിഷങ്ങളൊക്കെ, ആദ്യമായിട്ട് സ്വീകരിച്ച നിമിഷങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യ കുർബാന സ്വീകരിച്ചതിന് ശേഷം അൾത്താരബാലനായിട്ട് പള്ളിയിൽ അൾത്താരബാലനായിട്ട് പ്രവേശിക്കുകയാണ്. അവിടെ നിന്ന് ഡിഗ്രി പഠന കാലഘട്ടം വരെ ഞാൻ അൾത്താരബാലനായിരുന്നു. വൈദികരോടും സന്യസ്തരോടും വലിയ സ്നേഹം എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആരും തന്നെ എന്നോട് ചോദിച്ചിട്ടില്ല, നിനക്ക് ദൈവവിളി ഉണ്ടോ, അല്ലെങ്കിൽ നീ അച്ഛനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിനക്ക് അച്ഛനായി കൂടെ എന്ന് എന്നോട് ഒരു വൈദികനും ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രോത്സാഹിപ്പിച്ചതായിട്ടും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എൻ്റെ ഈശോ എന്നോട് പറയുമായിരുന്നു, നിന്നെ എനിക്ക് വേണം, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഈശോയുടെ സ്വരം എൻ്റെ കാതുകളിൽ പലപ്പോഴും മുഴങ്ങി കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നോട് മന്ത്രിക്കുമായിരുന്നു, നിന്നെ എനിക്ക് വേണം, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബോധ്യം എനിക്ക് അൾത്താരബാലനായിരിക്കുന്ന കാലഘട്ടം മുതൽക്ക് തന്നെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത്, ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, ദാവീദ് രാജാവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്ന വലിയ ആളുകൾ, അതായത് സഹോദരന്മാർ, ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള സഹോദരന്മാർ, സൗന്ദര്യമുള്ളവർ, അവരൊക്കെ ദൈവം തിരഞ്ഞെടുക്കുമെന്നാണ് കരുതിയത്. പക്ഷേ അവസാനം ഈ ഇടയച്ചെറുക്കനായിട്ടുള്ള ഈ കുഞ്ഞനായിട്ടുള്ള ദാവീദിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. എൻ്റെ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെയായിരുന്നു.
ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ വൈദികനാകുമെന്ന്. കഴിവുകളധികമില്ല, എങ്കിലും ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് എന്തോ എന്നെ ഇഷ്ടമായി. അതുകൊണ്ട് നിന്നെ എനിക്ക് വേണം, നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ഈശോയുടെ സ്വരം സദാസമയവും എൻ്റെ ഉള്ളിൽ മന്ത്രിക്കുമായിരുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. സ്നേഹമുള്ളവരെ, തുടർന്ന് SSLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ എനിക്ക് അച്ഛനാകണം, എനിക്ക് സെമിനാരിയിൽ ചേരണം എന്നുള്ള കാര്യം ഞാൻ അവതരിപ്പിച്ചു. അമ്മ വളരെ അനുകൂലമായിട്ടുള്ള റെസ്പോൺസായിരുന്നു അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അപ്പൻ അത്ര അനുകൂലമായിട്ടുള്ള സംസാരിച്ചത്. അപ്പൻ ഇത്തിരി ദേഷ്യമുള്ള ഒരാളായതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോൾ ഞാനും പേടിച്ചുപോയി. എനിക്ക് പിന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് സെമിനാരിയിൽ പോകാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞാൻ +2 അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. അന്ന് പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഞാൻ VHSC കോഴ്സാണ് തിരഞ്ഞെടുത്തത്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതിൽ അനിമൽ ഹസ്ബൻഡറി ആയിരുന്നു പ്രധാന വിഷയം. സയൻസ് ഗ്രൂപ്പാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണത്. അതുകൊണ്ട് കമ്പൗണ്ടറായിട്ട് ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു കോഴ്സാണത്. അപ്പോൾ കോഴ്സ് വിജയകരമായിട്ട് പഠിച്ച് പൂർത്തിയാക്കി എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ, വിജയിച്ച കുട്ടികളൊക്കെ അന്ന് ജോലിക്ക് പ്രവേശിച്ചു. പെൺകുട്ടികൾ നേഴ്സിങ്ങിന് ചേർന്നു, ആൺകുട്ടികൾ കമ്പൗണ്ടറാകാനായിട്ട് ഉള്ള പരിശീലനത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്തു. ഞാനും ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ എഴുതി, ലെറ്റർ എഴുതി, കവറിലിട്ടു, സ്റ്റാമ്പ് ഒട്ടിച്ചു. പക്ഷേ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ ദിവികാരുണ്യനാഥൻ അപ്പോഴും പറയുമായിരുന്നു, എനിക്ക് നിന്നെ വേണം, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഈശോയുടെ വാക്കുകൾ എനിക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ കത്ത് ഞാൻ പോസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല. VHSC കോഴ്സ് പൂർത്തിയാക്കി വീട്ടിൽ വീണ്ടും ഞാൻ പറയുകയാണ്, എനിക്ക് സെമിനാരിയിൽ ചേരാൻ ആഗ്രഹമുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോഴും അപ്പൻ ഒരു പൊട്ടിത്തെറിയായിരുന്നു. അപ്പൻ പറഞ്ഞു അത് പറ്റില്ല എന്നുള്ള രീതിയിൽ അപ്പൻ സംസാരിച്ചപ്പോൾ ഞാൻ വീണ്ടും കരുതി, ദിവികാരുണ്യനാഥനോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ നീ വെയിറ്റ് ചെയ്യ്, ക്ഷമിക്ക്, നിൻ്റെ സമയം ആയിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. തുടർന്ന് ഞാൻ ഡിഗ്രിക്ക് ചേരുകയാണ്. തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ BSc ബോട്ടണി കോഴ്സിനാണ് ഞാൻ ചേർന്നത്. അവിടെ 3 വർഷക്കാലം ഡിഗ്രി പഠിച്ചു. എന്നാൽ വേണ്ട രീതിയിൽ എനിക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിഞ്ഞില്ല. എങ്കിലും 3 വർഷക്കാലം പഠനം പൂർത്തിയാക്കി. തുടർന്ന് ഞാൻ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും സെമിനാരിയിൽ ചേരേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അനുകൂലമായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നില്ല വീട്ടിൽ നിന്ന് കിട്ടിയത്. വീട്ടിലാണെങ്കിൽ സാമ്പത്തികമായിട്ടന്ന് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്ന് ബിസിനസ്സൊക്കെ തുടങ്ങി. ആ ബിസിനസ്സിലൊക്കെ കടം വന്നു. അങ്ങനെ ഒരുപാട് കടത്തിൽ പെട്ടുപോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള അനുകൂലമായിട്ടുള്ള
റെസ്പോൺസ് എനിക്ക് ലഭിച്ചില്ല. തുടർന്ന് ഞാൻ ഈ വീട്ടിലത്തെ സാമ്പത്തിക അവസ്ഥകൾ പരിഹരിച്ചതിന് ശേഷം, കാരണം നമുക്ക് കുടുംബത്തോട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം വരാം, സെമിനാരിയിൽ ചേരാം എന്നുള്ളൊരു ചിന്ത ദൈവം, ദീപികാരനാഥൻ എനിക്ക് തന്നു. അതനുസരിച്ച് ഞാൻ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ് കുറച്ച് നാൾ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ അനിമൽ ഹസ്ബൻഡറി പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്ക് പശു വളർത്തൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ IRDP ലോണിന് അപേക്ഷിച്ചു, എനിക്ക് ലോൺ കിട്ടി, പശുക്കളെ വളർത്താൻ തുടങ്ങുകയാണ്. ഒരു ഡയറി ഫാം എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാനത് പശുക്കളെ വളർത്തി. ഒരു കൃഷിക്കാരനാകണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ പശുക്കളെ വളർത്തി. പശുക്കളെ വളർത്തുമ്പോൾ നമുക്കറിയാം, അതിരാവിലെ എഴുന്നേൽക്കണം. ആദ്യം തന്നെ ചെയ്യേണ്ട പണി ചാണം വാരുക എന്നുള്ളതാണ്. തുടർന്ന് പശുവിനെ കഴുകണം, കറക്കണം, ആ പാല് കളക്ട് ചെയ്ത് കുപ്പികളിലാക്കി വീടുകളിൽ കൊണ്ടു കൊടുക്കണം. അതിനുശേഷം തിരിച്ചു വന്ന് കുപ്പികൾ കഴുകി വയ്ക്കണം. തുടർന്ന് വീണ്ടും പശുവിനെ കുളിപ്പിക്കണം, തീറ്റ കൊടുക്കണം, പുല്ലരിയാൻ പോകണം, പശുക്കളെ മേയ്ക്കണം. അങ്ങനെ ശരിക്കും ഒരു 3 വർഷക്കാലം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് കുടുംബത്തിന് വേണ്ടി. അതോടൊപ്പം കുട്ടികളെ ട്യൂഷൻ എടുക്കുകയും ചെയ്തു. ഒരു 10-20 കുട്ടികളെ വൈകിട്ട് സായാഹ്നങ്ങളിൽ ഞാൻ ട്യൂഷൻ എടുത്ത് അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വീട്ടിലത്തെ കടബാധ്യതകൾ ചിലതൊക്കെ വീട്ടാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ അപ്പോൾ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് സെമിനാരിൽ പോകണം. 24 വയസ്സിലാണ് ഞാൻ ഈ ആവശ്യം ഉന്നയിക്കുന്നത് വീട്ടിൽ. അവർ അപ്പോഴൊന്നും തടസ്സം നിന്നില്ല. വളരെ സന്തോഷത്തോടുകൂടെ എന്നെ സെമിനാരിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. സെൻറ്റ് പോൾസ് മൈനസ് സെമിനാരി, ഇരിഞ്ഞാലക്കുടയിലുള്ള സെൻറ്റ് പോൾസ് മൈനസ് സെമിനാരിയിൽ ഇരിഞ്ഞാലക്കുട രൂപതയുടെ അവിടെയാണ് ഞാൻ ചേരുന്നത്. ചേരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, ബ്രദേഴ്സ്, അവർ 15 വയസ്സേ അവർക്കുള്ളൂ. ഞാൻ 24 വയസ്സുള്ള വലിയേട്ടൻ. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്കറിയാമല്ലോ, ഊഹിക്കാമല്ലോ. എനിക്ക് തുടക്കത്തിൽ വളരെ പ്രയാസമായിരുന്നു അവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്തു പോകാനായിട്ട്. ഒന്നില്ലെങ്കിൽ അവർ എൻ്റെ അത്ര വളരണം, അല്ലെങ്കിൽ ഞാൻ അവരുടെ അത്ര താഴണം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. ഞാൻ അവരോടൊപ്പം താഴ്ന്നു, അവരോടൊപ്പം അവരിൽ ഒരാളായി, അവരോടൊപ്പം ചേർന്ന് അങ്ങനെ 1-2 വർഷമല്ലല്ലോ, 10-11 വർഷക്കാലം അവരോടൊപ്പം സെമിനാരിയിൽ ആയിരുന്നു. പലപ്പോഴും പല പ്രതിസന്ധികളും സെമിനാരി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ആശ്രയമായിട്ടുള്ളത് എന്നെ വിളിച്ച എൻ്റെ ഈശോയോടാണ്. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെന്നും എന്നെ വിളിച്ചത് ഈശോയാണെന്നും ഉള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായി. പലപ്പോഴും സക്രായരുടെ മുമ്പിൽ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് ഇത് തന്നെ പറയാനുള്ളൂ: നിന്നെ എനിക്ക് വേണം, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ ജനത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള സ്വരം മാത്രമാണ് ഞാൻ കേട്ടിരുന്നത്. സ്നേഹമുള്ളവരെ, തുടർന്നുള്ള എൻ്റെ പഠന കാലഘട്ടത്തിൽ പലപ്പോഴും എനിക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായ കാലഘട്ടത്തിലും ഒക്കെ ദൈവം എന്നെ കൂടെ നിന്ന് സഹായിച്ചു, പരിപാലിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛനായത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അച്ഛനാവില്ല. പല വിഷയങ്ങളും തോറ്റപ്പോഴും അത് വീണ്ടും എക്സാം എഴുതി അത് പാസ്സായ ഘട്ടങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു, അത്ഭുതത്തോടെ ഓർക്കുകയാണ്. അതൊക്കെ ദൈവം എന്നെ വിളിച്ചതുകൊണ്ടും എന്നെ സ്നേഹിച്ചതുകൊണ്ടും ദീപികാരനാഥൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം എനിക്ക് ഉണ്ടായതുകൊണ്ടുമാണ് ഞാൻ ഒരു വൈദികനായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ കാരണം. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം.
2008 ഡിസംബർ 27 ഉച്ചതിരിഞ്ഞ് 2:30 മണിക്കാണ് എൻ്റെ പൗരോഹിത്യ പട്ടം സ്വീകരണമുണ്ടായത്. ആ കുർബാനയിൽ ഞാൻ വളരെ സന്തോഷത്തോടും ഒപ്പം നന്ദിയോടും കൂടെയാണ് ബലിയർപ്പിച്ചത്. മറ്റു തരത്തിൽ പറഞ്ഞാൽ കണ്ണുനീരോടെയാണ് ഞാൻ ബലിയർപ്പിച്ചത്. കാരണം ദിവികാരുണ്യനാഥൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു അടയാളം കൂടിയായിരുന്നു എൻ്റെ പൗരോഹിത്യ പട്ടം. കാരണം ഒരു നിസ്സാരനായ എന്നെ ദൈവം ഇത്രയധികം ഉയർത്തി എന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതാത്ത കാര്യമാണ്. ദൈവത്തോടുള്ള നന്ദി ആദ്യത്തെ വിശുദ്ധ ബലിയിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ അർപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും എനിക്ക് വളരെയധികം തീഷ്ണതയും ആവേശവും ഈശോയോടുള്ള സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും കണ്ണുനീരോടുകൂടെ ബലിയർപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈശോയോട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ നെടിയുറുപ്പുകളിലൂടെ, എൻ്റെ കണ്ണുനീരിലൂടെ ഞാൻ ഈശോയോട് പങ്കുവച്ചിട്ടുണ്ട്. പലപ്പോഴും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പലരും കുറ്റമാരോപിക്കുമ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ മേൽ ആരോപിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ഒക്കെ എനിക്ക് ഈ വിശുദ്ധ കുർബാനയിൽ ബലിയർപ്പിക്കുമ്പോൾ എനിക്ക് ഈശോയോട് ഉള്ള വലിയ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈശോയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, ദിവികാരുണ്യനാഥനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. വികാരിയായിട്ട് ആദ്യം പോയത് അരൂർമൊഴി പള്ളിയിലാണ്. അരൂർമൊഴി പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. അവിടെ അരൂർമൊഴി, പിള്ളപ്പാറ, മലക്കപ്പാറ ഇങ്ങനെ 3 പള്ളികളുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതോടൊപ്പം അവിടുത്തെ എസ്റ്റേറ്റിൻ്റെ ചാർജും ഉണ്ടായിരുന്നു. ചെറുപ്പമായിരുന്നു. ആദ്യത്തെ പള്ളിയാണ്. വളരെ ആവേശവും തീഷ്ണതയും ആത്മാക്കളെ നേടാൻ വേണ്ടി ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഞാൻ വളരെയധികം ഉത്സാഹിച്ചു, പരിശ്രമിച്ചു. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ധാരാളം മദ്യപാനികളുണ്ടായിരുന്നു. അവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ അവിടെ വെള്ളമൊഴുകുന്ന ഭാഗത്ത് എണ്ണപ്പനയുണ്ട്. പാം ഓയിൽ എടുക്കുന്ന എണ്ണപ്പന. ആ പനയുടെ ധാരാളം എണ്ണപ്പനയുണ്ട്. ആ എണ്ണപ്പനയുടെ ചുവട്ടിൽ ആളുകൾ മദ്യപിച്ച് ഇരിക്കുന്ന രംഗങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ സ്വന്തമാക്കണം, മദ്യപാന്മാരെ സ്വന്തമാക്കണം, ഈശോയ്ക്ക് വേണ്ടി അവരെ നേടണം എന്നുള്ള വലിയ ആഗ്രഹവും തീഷ്ണതയും എനിക്കുണ്ടായി. ഞാൻ ആദ്യം ചെയ്തത് ദിവികാരുണ്യനാഥനെ അഭയം ഗമിച്ചു. ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാന മധ്യേ അവരെ കൂടെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യം ചെയ്തത് അവരെ നമ്മുടെ രൂപതയുടെ ഡി അഡിക്ഷൻ സെൻ്ററായിട്ടുള്ള നവചൈതന്യയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവരെ ഞാൻ തന്നെ ബൈക്കിലിരുത്തി അവരെ ഞാൻ കുടിയന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ടുപോയി അവിടുത്തെ ധ്യാനത്തിൽ പങ്കെടുപ്പിച്ച് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുവരും. ഒരാളെ കൊണ്ടുപോയി, 2 ആളെ കൊണ്ടുപോയി, 3 ആളെ കൊണ്ടുപോയി, 4 ആളെ കൊണ്ടുപോയി, അങ്ങനെ ഒരുപാട് പേരെ, 10-20ഓളം പേരെ ഞാൻ ധ്യാനത്തിൽ കൊണ്ടുപോയി. ആ ഇടവകയിൽ വലിയ മാറ്റം ഉണ്ടായി. അവരെ എല്ലാം അവരുടെ ഒരു കൂട്ടായ്മ അവിടെ രൂപീകരിക്കാൻ എനിക്ക് സാധിച്ചു. എല്ലാ ദിവസവും അവർ പള്ളിയിൽ വരും. വൈകിട്ട് അവിടെ ഇരുന്ന് കൊന്ത ചെല്ലും. ദിവികാരുണ്യനാഥന് മുമ്പിൽ അവരെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ അവരുടെ കുടുംബങ്ങൾക്ക് വലിയ മാറ്റവും വലിയ സന്തോഷവും വലിയ ഉത്സാഹവും ഉണ്ടായി. അവിടെ വലിയൊരു മാറ്റം ആ ഇടവകയിൽ സംഭവിക്കുകയാണ്. അവരുടെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിരുന്നത്. തിരുനാളാഘോഷമായാലും പള്ളിയിൽ എന്ത് പരിപാടികളുണ്ടായാലും, പള്ളി ക്ലീനിങ് ആയാൽ പോലും അവരാണ് മുന്നിട്ടിറങ്ങുന്നത്. അപ്പം അങ്ങനെ വളരെ സജീവമായിട്ടുള്ള ഒരു കൂട്ടായ്മ, AA ഗ്രൂപ്പ് എന്ന് പറയും, ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ്, അങ്ങനെ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ വളരെ നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ സാധാരണ ഫ്ലെക്സ് അടിക്കും. പോകുന്ന വികാരിയച്ഛനും ഇതേ ഫ്ലെക്സ് അടിക്കും, വരുന്ന വികാരിയച്ഛൻ്റെ ഫ്ലെക്സ് അടിക്കും. അങ്ങനെ ഫ്ലെക്സ് അടിച്ച് വയ്ക്കുക പതിവുണ്ട്.
ഈ മദ്യപാനികളിൽ കുടി നിർത്തിയ ഒരാൾ ഈ ഫ്ലക്സ് ആളുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി ഒരു ദിവസം. എന്നിട്ട് ആളുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയുടെ രൂപത്തിന് താഴെ എൻ്റെ ഫ്ലക്സ് കൊണ്ടുവയ്ക്കുകയാണ്. ഒരു ദിവസം ഞാൻ ആളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ ഒരു ദൃശ്യം കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പണിയാണ് ചേട്ടാ കാണിച്ചത്? ഈശോയുടെ അടുത്ത് എൻ്റെ രൂപം എന്തിനാണ് കൊണ്ടുവയ്ക്കണേ? അതിൻ്റെ ആവശ്യമില്ല, അതൊന്ന് മാറ്റി എന്ന് പറഞ്ഞു. പക്ഷേ ആളൊന്ന് ചിരിക്കുകയേ ഉള്ളൂ. അപ്പോൾ ചിരിച്ചിട്ട് ആൾ പറഞ്ഞു, അച്ഛനെ കാണുമ്പോൾ, അച്ഛൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് കുടിക്കാൻ സാധിക്കില്ല, ഞാൻ മദ്യപിക്കാൻ സാധിക്കില്ല, ഞാൻ പഴയ ജീവിതത്തിലേക്ക് പോവില്ല. അതുകൊണ്ട് അച്ഛാ ഇത് അനുവദിക്കണം, ഈ ഫോട്ടോ ഇവിടെ വയ്ക്കാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞു, ആയിക്കോ, നിന്റെ ജീവിതമല്ലേ, നിന്റെ കുടുംബമല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും നീ അവിടെ വെച്ചോ. ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് 10 വർഷമായി. ഇപ്പോഴും എൻ്റെ ഫോട്ടോ അവിടെ ആ വീട്ടിലുണ്ട്. ഇപ്പോഴും മദ്യപിക്കാതെ ആ കുടുംബം നിലനിൽക്കുന്നുണ്ട്. ഒട്ടേറെ കുടുംബങ്ങൾ ഇപ്പോഴും അവിടെ മദ്യപിക്കാതെ നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ പള്ളിയുമായിട്ട് സഹകരിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ, എൻ്റെ കഴിവ് കൊണ്ടല്ല, ദിവ്യകാരുണ്യനാഥൻ്റെ കഴിവ് മാത്രമാണ്. ദൈവം എൻ്റെ ജീവിതത്തിലൂടെ ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇങ്ങനെ അവിടെ ആ ഇടവകയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതിന് കാരണം ദിവ്യകാരുണ്യനാഥൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് ആ ഇടവകയിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിത മാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനോട് ഉള്ള എൻ്റെ ഭക്തി വർദ്ധിക്കാൻ കാരണമായത് ഞാൻ ദിവ്യകാരുണ്യനാഥനോട് തനിച്ചിരുന്ന് സംസാരിച്ച വേളകളിലാണ്. പ്രത്യേകിച്ച് കൊടകരയിലായിരുന്നപ്പോൾ അവിടെ ഉച്ചസമയമാകുമ്പോൾ ആരും ഉണ്ടാവില്ല. ആ സമയങ്ങളിൽ ഞാൻ പള്ളിയിലായിരിക്കും. പള്ളിയിൽ ദിവ്യകാരുണ്യ സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ച നിമിഷങ്ങൾ എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ, വരങ്ങൾ ലഭിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാനൊരു ദിവസം അവിടെ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് പ്രാർത്ഥിക്കുകയാണ് അൾത്താരയ്ക്ക് മുമ്പിൽ, ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ. കുറേ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോൾ ഒരു സഹോദരൻ എന്നെ കാണാനായിട്ട് വരികയാണ്. ആ സഹോദരൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവളിൽ എന്തോ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അവൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവൾ അസ്വസ്ഥപ്പെടുന്നു. അവൾ പലപ്പോഴും എന്തോ ഒരു ബാധയുള്ളതുപോലെ അവൾ ചേഷ്ടകൾ കാണിക്കുന്നു. അച്ഛൻ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. ഞാൻ എൻ്റെ ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോ, നീ എൻ്റെ മകനാണ്, നിനക്ക് തീർച്ചയായിട്ടും ആ മകളെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള വലിയ ഒരു ബോധ്യം എനിക്ക് കിട്ടി. അവിടെ നിന്ന് ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ സമയത്ത് ഈ മകള് പിശാച് ബാധ ആയിട്ടുള്ള ഒരു വ്യക്തികൾ കാണിക്കുന്നത് പോലെ അലറി വിളിക്കുന്നു. കൈകളും കാലുകളൊക്കെ കുടഞ്ഞ് വറയലോടെ ഇങ്ങനെ നിൽക്കുന്ന രംഗം ഞാൻ കണ്ടു. ഞാൻ പേടിച്ചു പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ആ സമയത്ത് അന്നാവെള്ളം ഉണ്ടായിരുന്ന കയ്യിൽ, അത് അവളുടെ മേത്തേക്ക് തെളിച്ചു. അപ്പോൾ അവൾ കൂടുതൽ അസ്വസ്ഥയാവുകയാണ്. തിളച്ച വെള്ളം മേത്ത് വീണാൽ എങ്ങനെ കരയും, അതുപോലെ അവൾ നിലവിളിച്ച് അട്ടഹസിക്കുകയാണ്. എന്ത് ചെയ്യണം എന്ന് എനിക്ക് അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, അവളുടെ തലയിൽ കൈവച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുക.
ഈശോയുടെ നാമം വിളിച്ചിട്ട് ബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ അവൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടുമെന്ന് എനിക്ക് ആ സമയത്ത് തോന്നുകയാണ്. ഞാൻ കൈവച്ച് അവളുടെ തലയിൽ കൈകൾ വെച്ച് ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചു, സ്തുതിച്ച് പ്രാർത്ഥിച്ചു, ബന്ധിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും അവളെ പിടിച്ചു നിർത്തുകയാണ്. കാരണം അവൾ കിടന്നിങ്ങനെ കിടന്ന് ഷൗട്ട് ചെയ്യുകയും അതോടൊപ്പം കൈയും കാലുകളൊക്കെ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്കും പറ്റാത്തൊരു സാഹചര്യം. ആ സമയത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് അവൾ ശാന്തയായി അവൾ കുഴഞ്ഞു വീഴുകയാണ്. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ അവളെ വെള്ളം മുഖത്ത് തെളിച്ചപ്പോൾ അവൾ ഒന്നും സംഭവിക്കാത്തത്, ഒരു സാധാരണ ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ പോലെ അവൾ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ സംസാരിക്കുകയാണ്. ആ ഒരു സംഭവം ദൈവം ദിവികാരുണ്യനാഥൻ എൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചതാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. ദൈവം നമുക്ക് പുരോഹിതർക്ക് അധികാരം തന്നിട്ടുണ്ട്, സാത്താനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്, രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരം തന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളിലൂടെ, വൈദികരിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിലൂടെ അത് പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ദിവികാരുണ്യനാഥൻ്റെ വലിയ സ്നേഹം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. സ്നേഹമുള്ളവരെ, ഇരിഞ്ഞാലക്കുട രൂപതയുടെ ആധ്യാത്മിക കേന്ദ്രമായ സ്പിരിച്വാലിറ്റി സെൻ്ററിൽ 5 വർഷക്കാലം എനിക്ക് സേവനം ചെയ്യാനായിട്ട് ദിവികാരുണ്യനാഥൻ അനുഗ്രഹിച്ചു. കാരണം അത് ഒരു നിത്യാരാധന കേന്ദ്രമാണ്. ദിവികാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാൻ സമയം ധാരാളം കിട്ടിയിരുന്നു. 5 വർഷക്കാലം അവിടെ ആയിരുന്നപ്പോൾ അവിടെ ധ്യാനമുണ്ടായിരുന്നു, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുമ്പസാരം ഉണ്ടായിരുന്നു, പിന്നെ വിശുദ്ധ കുർബാന അർപ്പണം ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി ഒട്ടേറെ മനുഷ്യർ അവിടെ കടന്നു വരുമായിരുന്നു. അവിടെ പലപ്പോഴും നിത്യാരാധന കേന്ദ്രത്തിൽ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുമ്പോൾ ദിവികാരുണ്യനാഥൻ ഒരിക്കലും അത് നൽകാതിരുന്നിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എൻ്റെ 5 വർഷക്കാലം ഒട്ടേറെ ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, അവിടെ ഒരു അമ്മ മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വരികയാണ്. മകനൊരു യുവാവാണ്. അവൻ 18 വയസ്സോളം പ്രായമുണ്ട്. അവൻ പള്ളിയിൽ പോകുന്നില്ല, അവൻ പ്രാർത്ഥിക്കുന്നില്ല, അവനെന്തോ ചില അസ്വസ്ഥതകൾ അവനിൽ കാണുന്നുണ്ട്. അച്ഛനൊന്ന് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ നല്ല തിരക്കിലാണ്, അതുകൊണ്ട് അവനെ ഇങ്ങോട്ട് പള്ളിയിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. പള്ളിയിലോട്ട് വന്നപ്പോൾ ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ തലയിൽ, ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ താഴെ വീഴുകയാണ്. താഴെ വീഴുന്നതിന് ശേഷം അവൻ കിടന്ന് ഈ പാമ്പ് എഴയുന്നത് പോലെ എഴയുന്നു. ഞാൻ പേടിച്ചുപോയി, ഇതെന്താണ് സംഭവം? അവനിൽ എന്തോ ഒരു പിശാച് ബാധ പോലെ എന്തോ ഒരു ബാധ അവനിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറേ നേരം അവന് വേണ്ടി ഇരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അന്നദവെള്ളം തെളിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന് പിന്നെ ശാന്തനായി. അവൻ ഒരു നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെ അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് എന്നോട് സംസാരിക്കുകയാണ്. അവൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പള്ളിയിൽ വരണം, പ്രാർത്ഥിക്കണം, അതാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി. വലിയ മാറ്റം തുടർന്ന് അവനിലുണ്ടായി. അതിനുശേഷം ഈ 5 വർഷക്കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ എന്നെ മിക്കവാറും ദിവസങ്ങളിൽ എന്നോട് സംസാരിക്കുമായിരുന്നു. അവൻ എന്നും പള്ളിയിൽ വരുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അവന് ഒരുപാട് മാറ്റം സംഭവിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. തുടർന്നും എൻ്റെ ജീവിതത്തിൽ ദിവികാരുണ്യനാഥൻ്റെ ഒറ്റ സ്നേഹിതനായി, സുഹൃത്തായി
ജീവിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ദിവികാരുണ്യനാഥൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ